പഠനത്തിൽ സ്ഥിരമായി മാർക്ക് കുറഞ്ഞു വാങ്ങുന്ന കുട്ടികൾ എങ്ങനെയൊക്കെ നോക്കിയാലും പരീക്ഷകളിൽ അവരുടെ മാർക്ക് എപ്പോഴും താഴ്ന്നു തന്നെയിരിക്കും. ഇത്തരം കുട്ടികൾ രക്ഷിതാക്കൾക്കും സ്കൂളിനും ഒരുപോലെ തലവേദനയാണ്. എന്നാൽ എന്താണ് ഈ കുട്ടികളെ നന്നാക്കിയെടുക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുക? ആ ഒരു ഡിസ്കഷനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരുന്നത്. പഠന വൈകല്യം, പഠന പ്രശ്നം, ഇത് രണ്ട് ഡിപ്പാർട്ട്മെൻ്റാണ്. ഒരു കുട്ടി എന്തുകൊണ്ട് പഠനത്തിൽ പിന്നോക്കം പോകുന്നു എന്നതിന് ധാരാളം കാരണങ്ങളുണ്ട്. കുറച്ച് കാരണങ്ങൾ നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യമായി, കുട്ടിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ബുദ്ധി വേണം. കുട്ടിക്ക് കുട്ടിയുടെ പ്രായത്തിന് അനുസരിച്ചിട്ടുള്ള ബുദ്ധിയുണ്ടോ? നമുക്കിത് അളക്കാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം അളക്കുന്ന പോലെ ബുദ്ധിയും അളക്കാൻ സാധിക്കും. നിങ്ങൾ കേട്ട് കാണും IQ എന്നൊരു വാക്ക്. എന്താണ് ആവറേജ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ ബുദ്ധിയുടെ അളവ്? അത് 90 to 110 ആണ്. 90 to 110 ഉള്ളൊരു കുട്ടി ആ പ്രായത്തിലുള്ള കുട്ടിയുടെ ആവശ്യമായിട്ടുള്ള ബുദ്ധിയുള്ള കുട്ടിയാണ്. ഈ IQ ഉള്ള ഒരാൾക്ക് ഒരു IAS എക്സാം എഴുതാനായിട്ട് സുഖമായി സാധിക്കും. എന്താണ് ഈ 90 to 110? ഇപ്പോൾ ഒരാളുടെ ബുദ്ധി 100 ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, ആ കുട്ടിക്ക് 10 വയസ്സുണ്ടെങ്കിൽ അവന് 10 വയസ്സുള്ള കുട്ടിയുടെ ബുദ്ധിയുണ്ട്. അതേസമയം IQ 110 ആണെങ്കിൽ 10 വയസ്സുള്ള കുട്ടിക്ക് 11 വയസ്സുകാരൻ്റെ ബുദ്ധിയുണ്ട്. അപ്പോൾ 90 ആയാലോ 10 വയസ്സുള്ള കുട്ടിക്ക് 9 വയസ്സുകാരൻ്റെ ബുദ്ധിയുണ്ട്. അത് 80 ആയാൽ 70 ആയാൽ 60 ആയാൽ ബുദ്ധി കുറഞ്ഞ് അവസാനം ബുദ്ധിമാന്യം എന്ന അവസ്ഥയിലേക്ക് എത്തും. സോ പ്രായത്തിന് അനുസരിച്ചിട്ടുള്ള ബുദ്ധി ഇല്ലെങ്കിൽ കുട്ടി തീർച്ചയായിട്ടും പഠന പിന്നോക്ക അവസ്ഥയ്ക്ക് കാരണമായി തീരും. രണ്ടാമതൊരു ഓപ്ഷൻ ഡിസ്ലെക്സിയ എന്നൊരു വാക്കാണ്. ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ഇത് മൂന്നും ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ്. വിശദമായി സംസാരിക്കേണ്ട ടോപ്പിക്കാണ്. ഈ ഒരു പ്രോബ്ലം ഒരിക്കലും പൂർണ്ണമായി മാറ്റാൻ സാധിക്കുകയില്ല. മറിച്ച് കുട്ടിക്ക് ഈ പ്രോബ്ലം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവൻ അത് അനുസരിച്ചിട്ടുള്ള പ്രായോഗിക ട്രെയിനിങ്ങിലൂടെ അവൻ്റെ ലൈഫിൽ അവന് വിജയിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. മൂന്നാമത് വരുന്ന പ്രോബ്ലം ADHD ആണ്, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ. നമുക്ക് കാണാം, ചില കുട്ടികൾ എപ്പോഴും ഭയങ്കര പിരിപിരിപ്പായിരിക്കും, ഒരിടത്തും അടങ്ങിയിരിക്കില്ല, എപ്പോഴും വികൃതി കാണിക്കും, എത്ര അടിച്ചാലും ഒക്കെ ഒരു പ്രശ്നമില്ല, പറഞ്ഞാലും കേൾക്കില്ല. ഇങ്ങനത്തെ ഒരു കൂട്ടം കുട്ടികളുണ്ട്. അവരുടെ ബ്രെയിനിലെ ഒരു ഹോർമോണിൻ്റെ പ്രോബ്ലമാണ് അതിന് കാരണം. നെക്സ്റ്റ് വരുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ് ADD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ. ഈ കുട്ടി എവിടെ വെച്ചോ അവിടെ ഇരിക്കും, യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല, എപ്പോഴും ഒരു ഉറക്കം തൂങ്ങി കുട്ടിയായിരിക്കും. പക്ഷേ അച്ചടക്കം മാത്രമേ ഉണ്ടാവുള്ളൂ, പഠിക്കുന്നൊന്നും തലയിൽ കയറുന്നുണ്ടാവില്ല. വേറൊരു പോയിന്റാണ് ടീച്ചേഴ്സ് അവേർഷൻ. ചില കുട്ടികൾക്ക് ചില പ്രത്യേക ടീച്ചർമാരെ തീരെ ഇഷ്ടമല്ല. പിന്നെ വരുമ്പോൾ സബ്ജക്റ്റ് അവേർഷൻ. കുട്ടികൾക്ക് ഒരു വിഷയത്തിനോട് മാത്രം തീരെ താല്പര്യമില്ല, ബാക്കി എല്ലാ വിഷയത്തിനും നല്ല മാർക്കുകൾ ഉണ്ടാവും. സ്കൂൾ അവേർഷൻ. ചില കുട്ടികൾക്ക് കാരണം സ്കൂള് പെട്ടെന്ന് മാറ്റുകയാണെങ്കിൽ ആ സ്കൂളിനോടുള്ള താല്പര്യക്കുറവ് കാരണം അവന് സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ല, അവൻ ഡിപ്രസ്ഡ് ആകുന്നു. ഇങ്ങനെ ചെറിയ കുട്ടികളിൽ പഠന പ്രശ്നം, പഠന വൈകല്യം തുടങ്ങി അത് ടീനേജിൽ പോകുമ്പോൾ അത് സ്വഭാവ വൈകല്യങ്ങളിലേക്ക് നീങ്ങും. ഒരു വല്ലാത്തൊരു ഏജാണ് ടീനേജ്. അപ്പം ആ സമയത്ത് കുട്ടികളെ പ്രോപ്പറായിട്ട് നമ്മൾ ഗൈഡ് ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാ പ്രോബ്ലത്തിനും ശാസ്ത്രീയമായ പരിഹാരങ്ങളുണ്ട്. നമ്മൾ സ്ഥിരമായി മാർക്ക് കുറയുന്ന കുട്ടികളെ മണ്ടൻ, പൊട്ടൻ, വിഡ്ഢി എന്ന് പറഞ്ഞ് നമ്മൾ അവനെ ബ്രാൻഡ് ചെയ്യുമ്പോൾ അവൻ ഒന്നും കൂടെ ഷെല്ലിലേക്ക് ഉൾവലിയുകയാണ് ചെയ്യുക. സോ ഇന്റലക്റ്റ ദ ലേണിംഗ് എക്സലൻസ് പ്രോഗ്രാം ഗൈഡ് ചെയ്യുന്നത് ഇത്തരം കുട്ടികളെ നമ്മൾ ടേക്ക് ചെയ്യാം, അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ പഠിക്കുക, അവർക്ക് പ്രോപ്പറായ ട്രെയിനിങ് കൊടുക്കുക. അപ്പം ഞങ്ങളുടെ മോഡസ് ഓഫ് ഓപ്പറേഷൻ ഇങ്ങനെയാണ്. ആദ്യം സ്കൂള് പഠിക്കാൻ സ്ഥിരമായി മോശമായ കുട്ടികളുടെ ഒരു ലിസ്റ്റ് എടുക്കുന്നു. 2, നമ്മൾ അവരുടെ പാരൻസിന് ഒരു ബോധവൽക്കരണ ക്ലാസ് കൊടുക്കുന്നു. 3, നമ്മൾ ആ കുട്ടിയുടെ പ്രോബ്ലം ഡയഗ്നോസ് ചെയ്യുന്നു. 4, എന്താണ് അതിൻ്റെ പരിഹാരം എന്നുള്ളത് പാരൻസിനെ കൗൺസിൽ ചെയ്യുന്നു. അതിനുശേഷം ഞങ്ങളുടെ റെമഡിയൽ ട്രെയിനർ നിങ്ങളുടെ സ്കൂളിൽ വന്ന് കുട്ടികൾക്ക് കുട്ടിയുടെ അമ്മയോടൊപ്പം ഇരുത്തിക്കൊണ്ട് വേണ്ട പരിശീലനം കൊടുത്ത് അവരെ മിടുക്കരാക്കി നമ്മൾ വാർത്തെടുക്കുന്നു. സോ വെൽക്കം ടു ദിസ് എക്സലൻസ് പ്രോഗ്രാം to make our children bright and beautiful. Thank you.